ഞാൻ തിരുവാഭരണ പാത സംരക്ഷണ സമിതി സെക്രട്ടറി പ്രസാദ് കുഴിക്കാലിലേക്ക് പോകുന്നു. ശ്രീ പ്രസാദ്, ഇപ്പോൾ വന്നിരിക്കുന്ന വിവാദങ്ങളിൽ ഉത്തരവാദപ്പെട്ടവർ നടത്തുന്ന പ്രതികരണം അങ്ങ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇപ്പോൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം കഴിയുന്ന ഒരു തട്ടിപ്പായി ഇതിനെ കാണുന്നുണ്ടോ? അല്ല, ഇതിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം പറയുന്ന ഉടനെ ഇതിൻ്റെ സമയത്തുള്ള ചില ആളുകൾ അവിടെ ആരൊക്കെ ആയിരുന്നു, ആ സമയം ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് അന്നുള്ള തന്ത്രി എന്ന് പറയുന്നത് മഹേഷ് മോഹനരാണ്. അന്നുള്ള മേൽശാന്തി എന്ന് പറയുന്നത് വാസുദേവൻ നമ്പൂതിരിയാണ്. അന്നത്തെ ഡെപ്യൂട്ടി ഗാർഡന്മാരായിട്ടുള്ള 2 പേരുണ്ട്. 2019 ഈ പാളി ഇളക്കിക്കൊണ്ട് അതെ, ഈ പാളി ഇളക്കിക്കൊണ്ട് പോകുമ്പോഴും തിരിച്ചു കൊണ്ട് വെക്കുമ്പോഴും ഉള്ള ആളുകളാണിവര്. അപ്പോൾ അതിൽ ഈ പറയുന്ന ഡെപ്യൂട്ടി ഗാർഡന്മാരായിട്ടുള്ള ഒരു സോമശേഖരൻ നായർ, ഒരു PS കണ്ണൻ, അതിൻ്റെ വാച്ചർമാരായിട്ടുള്ള ഒരു P സുരേഷ് ബാബു, അതുപോലെ തന്നെ ഒരു ദിവാകരൻ, ഓവർസീർ ആയിട്ടുള്ള ഒരു വരുൺ കരുണാകരൻ, ഹെഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ളത് R ശങ്കരനാരായണൻ, അതിൻ്റെ സ്പോൺസറായിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി, അതിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള ജയപ്രകാശ്, അതുപോലെ തന്നെയാണ് പിന്നെ അതിൻ്റെ AO എന്ന് പറയുന്ന A ശ്രീകുമാർ, പിന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് തന്നെയുള്ള VS രാജേന്ദ്ര പ്രസാദ്, അന്നത്തെ പ്രസിഡന്റ് A പത്മകുമാർ, കമ്മീഷണർ N വാസു. ഇത്രയും ആളുകളാണ് ഈ സമയത്ത് ഇത് അഴിച്ചുകൊണ്ട് പോകുന്ന സമയത്തുള്ള ഇതിൻ്റെ ഉത്തരവിടുന്നത് തന്നെ. ഇത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഉത്തരവിടുന്നതും അത് തിരിച്ചു കൊണ്ടുവെക്കുന്നതും ഇതെല്ലാം ഈ ആളുകളുള്ള സമയത്താണ് അതിന് ഉത്തരവിടുന്നത്. അതിനകത്ത് ഉത്തരവ് ഇതാണ്: ROC 90/97/2018 എന്നുള്ള ഉത്തരവും പ്രകാരമാണ് ഇത് കൊണ്ടുപോകാനായിട്ട് ഇവർ തീരുമാനമെടുക്കുന്നത്. അത് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുന്നത് 6/7/2019 ഉത്തരവും പ്രകാരമാണ് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുക്കുന്നത്. അവരിത് തിരിച്ചു കൊണ്ടുവെക്കുന്നത് 29/8/2019 മഹസർ തയ്യാറാക്കിക്കൊണ്ട് ഈ സാധനം കൊണ്ടുവന്ന് തിരിച്ച് ഫിറ്റ് ചെയ്യുന്നത്. 14 പാളികളാണ്. സ്മൃതി പറഞ്ഞ പോലെ 13 പാളിയല്ല, 14 പാളികളാണ് ഇവർ കൊണ്ടുപോയത്. ഈ കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങള് ആണ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് ദേവസ്വം ബോർഡ് എന്തിനാണ് ഇത് കൊടുത്തു വിട്ടത്? അത് ഒന്നാമത്തെ ഒരു ചോദ്യമാണ്. കാരണം ഇത്രയുള്ള ഇവർ പറയുന്ന പൂശാണെങ്കിൽ എത്രയോ സ്വർണം ആദ്യം കൊണ്ടുപോയത് വാതിൽ സ്വർണം പൂശി കൊണ്ടുവന്നു. അങ്ങനെ ഇയാൾ സ്വീകാര്യനാകുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന പാളികൾ കൊണ്ടുപോകുന്നത്. എന്നിട്ട് പാളികൾ ചെമ്പെന്ന് എഴുതി വെക്കുന്നു. അങ്ങ് പറഞ്ഞതുപോലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ ചെമ്പെന്ന് എഴുതി വെക്കുന്നു. അങ്ങ് ഈ ഉത്തരവാദപ്പെട്ട ഈ ആളുകളുടെ മുഴുവൻ പേരുകൾ പറഞ്ഞല്ലോ, അവരെല്ലാവരും ചേർന്നുള്ളതാണ് ആ മഹസർ തയ്യാറാക്കിയതിൽ ചെമ്പുപാളികൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പറയുന്നു ചെമ്പുപാളിയെന്ന്. അതെ അതെ, നമ്മളൊന്ന് വിചാരിക്കണം. 1998 ഈ സ്വർണം പൊതിയാൻ കൊണ്ടിരുന്നത്. അത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് കൊണ്ടുവന്ന 24 കാരറ്റിന്റെ 3800-നും 3900-നും ഇടയ്ക്കുള്ള പവനാണ് എന്ന് പറഞ്ഞാൽ 30.5 കിലോഗ്രാം സ്വർണമാണ് ഇവിടെ ഇത് പൊതിയാനായിട്ട് കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവന്ന സ്വർണം പൂശല്ലായിരുന്നു, ഇതേ രീതിയിൽ തന്നെ അത് പതിക്കുമായിരുന്നു. ആ പതിക്കുന്ന സ്വർണം ഒരു കാരണവശാലും ക്ഷേത്രത്തിന്റെ ഈ പറയുന്ന ദ്വാരപാലകരുടെ അല്ല, ക്ഷേത്രത്തിന് ശ്രീകോവിലിന് ചുറ്റും അതിന്റെ മുകളിലുമുള്ള ഒരു സ്വർണവും നഷ്ടപ്പെടത്തില്ല എന്ന് 100% ഉറപ്പാണ്. 40 വർഷത്തെ ഗ്യാരണ്ടി ഇതിനുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഇത് കൈതൊട്ടപ്പം പോയി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതൊരു വെറും പേപ്പറായിട്ടല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. കൈതൊട്ടപ്പോൾ പോയി എന്നുള്ളതല്ല എന്റെ വിഷയം. അതുപോലെ തന്നെ ആ പറയുന്ന 24 കാരറ്റ് സ്വർണമാണ് ഇവർ പറയുന്ന ഉത്തരവും പ്രകാരം ഈ പറയുന്ന 2018 ഇത് പൂശാനായിട്ട് കൊടുത്തു. ഈ സ്വർണം എങ്ങനെയാണ് പിന്നെ ചെമ്പാകുന്നത്? ആ ചെമ്പാകുന്ന സമയത്ത് ഈ പറയുന്ന A പത്മകുമാറും അതുപോലെ കുറെ N വാസു എന്ന് പറയുന്ന കമ്മീഷണറുമാണ് ഉള്ളത്. ഈ കമ്മീഷണറുടെ പേര് ഇതുവരെ എന്തുകൊണ്ടാണ് പറഞ്ഞു കേൾക്കാത്തത്? അപ്പോൾ ആ കമ്മീഷണർക്ക് ഇതിനകത്ത് നല്ല ബന്ധമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പത്മകുമാറിന് അതിനകത്തുനിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോകാനായിട്ട് സാധിക്കത്തില്ല. കാരണം അദ്ദേഹം പ്രസിഡന്റാണ്, അവരുടെ ബോർഡാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ആ ബോർഡാണ് ഇവർ ഉത്തരവിട്ട് ഒപ്പിട്ട് കാര്യങ്ങൾ നടത്തിയിരിക്കുന്ന ആ ബോർഡാണ്. അതുപോലെ തന്നെയാണ് ദേവസ്വം ബോർഡിൽ ഇത്രയും സ്വർണം കെട്ടുകണക്കിനല്ല കിലോ കണക്കിന് സ്വർണം ഉള്ളപ്പോൾ എന്തിനൊരു ഉണ്ണികൃഷ്ണനെ പോണൊക്കെ ഉള്ള ഒരാളിന്റെ കയ്യിലേക്ക് ഇത് കൊടുത്തു വിട്ടു? അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് അവർ പരിശോധിക്കണ്ടേ? ഒരു ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു മേൽശാന്തിയുടെ കീഴ്ശാന്തിയായിട്ട് വന്ന ആളിന്റെ സഹായിയായിട്ട് വന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ഇന്ന് ഈ രീതിയിലേക്ക് വളർന്നു വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അതിനുശേഷം അയാൾ സ്പോൺസറായി എത്തുന്നുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.